തിരുവനന്തപുരത്ത് വി ജോയിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. പാർലമെന്റിൽ മത്സരിക്കാനും വർക്കലയിൽ മത്സരിക്കാനും ഒരാൾ മാത്രമാണുള്ളത്. സെക്രട്ടറിമാർ മത്സരിക്കേണ്ട എന്ന തീരുമാനം ജോയിക്ക് മാത്രമായി തിരുത്തി എഴുതിയെന്ന് കരമന ഹരി വിമർശിച്ചു. വിജിൻ വായന്തോട് വിശദാംശങ്ങൾ നൽകും. വിജിൻ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വി ജോയ് സ്ഥാനാർത്ഥിയായിരുന്നു. നിലവിൽ വർക്കലയിലെ MLA ആണ്. ഇനിയിപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വർക്കലയിൽ ജോയ് തന്നെ മത്സരിക്കട്ടെ, തൽക്കാലത്തേക്ക് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കട്ടെ എന്ന തീരുമാനമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് നേരത്തെ എടുത്തത്. അതിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അനുമതിയും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അതിനെതിരെ കാര്യമായ എതിർപ്പ് പാർട്ടിക്കകത്തുണ്ടോ, അതോ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ മാത്രമാണോ? സൈഫുദ്ദീൻ, ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ മാത്രമാണ്. നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമെടുത്തത് വി ജോയ് മത്സരിക്കണമെന്നാണ്. ആ ഘട്ടത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചോദിച്ചിരുന്നു, ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ വി ജോയ് മത്സരിക്കേണ്ടതുണ്ടോ എന്ന്. പക്ഷേ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഒന്നടങ്കം പറഞ്ഞത് വർക്കലയിൽ വിജയസാധ്യത മുൻനിർത്തി വി ജോയ് തന്നെ മത്സരിക്കണം എന്നുള്ളതായിരുന്നു. ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നപ്പോഴാണ് കരമന ഹരി ഇക്കാര്യത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ഒക്കെ ഒരേ ആൾ തന്നെ മത്സരിക്കുന്നത് എന്തിനാണ്, ഒരു അട്ടിപ്പയർ ആയി ഇതെന്തിനാണ് കൊണ്ടു നടക്കുന്നത് എന്നുള്ള ചോദ്യമാണ് കരമന ഹരി ചോദിച്ചത്. ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറിമാർ മറ്റെവിടെയും മത്സരിക്കുന്നില്ല, പിന്നെ തിരുവനന്തപുരത്ത് മാത്രം ജോയിക്ക് മാത്രം എന്തിനാണ് ഇളവ് നൽകിയത് എന്നുള്ള ചോദ്യമാണ് നിലവിൽ കരമന ഹരി ഉയർത്തിയത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരം വിമർശനങ്ങൾ ഉണ്ടായത്. എന്നാലും മറ്റു കൂടുതൽ വിമർശനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. ജയസാധ്യത മാത്രം മുൻനിർത്തിയാണ് ടേം നിബന്ധനകൾ എടുത്തു മാറ്റുകയും ഒപ്പം തന്നെ അതിൽ കർശനമാക്കേണ്ടെന്ന തീരുമാനത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ജില്ലയിൽ നിന്ന് തന്നെ ഉയർന്ന അഭിപ്രായത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ളതാണ് MV ഗോവിന്ദൻ വിശദീകരിച്ചത്. ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഇപ്പോൾ നൽകിയിരിക്കുന്നത് A റഹീം MPക്കാണ്. അത് നിലവിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ ആരുമില്ലാത്ത സാഹചര്യത്തിൽ റഹീമിനെ വെച്ചത് നന്നായി എന്നുള്ളതായിരുന്നു കരമന ഹരിയുടെ തന്നെ അഭിപ്രായം. എന്നാൽ MV ഗോവിന്ദൻ ഇതിന് മറുപടി പറഞ്ഞത് അങ്ങനെയല്ല, അതായത് മുസ്ലിം എന്നുള്ള പരിഗണനയോ സാമുദായിക സമവാക്യങ്ങളോ കൊണ്ടല്ല റഹീമിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്, ആക്ടിംഗ് സെക്രട്ടറി ആക്കുന്നത്. അത് സംസ്ഥാന കമ്മിറ്റി അംഗം എന്നുള്ള പദവി ഉപയോഗിച്ച് തന്നെയാണ് എന്നുള്ളതായിരുന്നു MV ഗോവിന്ദന്റെ അക്കാര്യത്തിലുള്ള മറുപടി. സൈഫുദ്ദീൻ. യെസ്, വിജിൻ വായന്തോടാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.